ചായക്കട സ്പെഷ്യലായിട്ടുള്ള സുഗീൻ അല്ലെങ്കിൽ മോദകം ഉണ്ടാക്കിയാലോ? അതിനായി 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ പഞ്ചസാര, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ ദോശമാവ്, കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഈ ഒരു പരുവത്തിൽ കലക്കിയെടുക്കാം. അടച്ചു വെച്ച് ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ് കുതിർത്ത് വെച്ച ചെറുപയറും കൂടെ ഒരു നുള്ളുപ്പും കൂടെ ഇട്ട് വേവിച്ചെടുക്കാം. 1/2 ടീസ്പൂൺ ജീരകവും ഏലക്കായും കൂടെ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുത്ത് അതിലോട്ട് ചേർക്കാം. 1/2 കപ്പ് ശർക്കരയിൽ 1/4 കപ്പ് വെള്ളം ഒഴിച്ച് പാനിയാക്കി അതും കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലോട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കി വറ്റിച്ചെടുക്കാം. ഇത് ചൂടാറിയതിനു ശേഷം ഇതുപോലെ കുഞ്ഞുരുളകളാക്കി എടുക്കാം. ഇനി ഈ കുഞ്ഞു ബോളുകളെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവിനകത്തോട്ട് നല്ലപോലെ മുക്കി എണ്ണയിലിട്ട് വറുത്ത് കോരാം. മാവ് ഇത്രയും ടൈറ്റ് ആയിരുന്നാലേ ഇതിനകത്തോട്ട് ഒട്ടിയിരിക്കുള്ളൂ. ഇത് നല്ലപോലെ പൊങ്ങി വരാൻ വേണ്ടി നമ്മളിവിടെ ദോശമാവാണ് ചേർത്ത് വെക്കുന്നത്. അപ്പക്കാരായാലും ചേർത്താൽ മതി. ഇനി നല്ലൊരു കളർ വരുമ്പോൾ കോരി മാറ്റാം. ഇപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സുഗീൻ അല്ലെങ്കിൽ മോദകം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.